ഇന്ന് തന്നെ 5 പ്രതികളെയും കണ്ട് സംസാരിച്ച് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നാളെ കൂടെ ബുദ്ധിമുട്ട് തന്നെ വരും. എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് തുടങ്ങി വയ്ക്കാം. ആദ്യം രവിവർമ്മയെ തന്നെ ആവാം. എന്താ? ആ കണ്ടംപ്റ്റ് സെല്ലിലെ രവിവർമ്മയെ വിസിറ്റേഴ്സ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ആരോ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. പത്രക്കാരൊന്നും പറയണ്ട. യെസ് സർ. പത്രക്കാരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ വരാൻ മടി കാണിക്കും. വലിയ പണക്കാരനും രാജകുടുംബത്തിലെ അംഗവുമൊക്കെ ആയിട്ടും ഇന്നേ വരെ അയാളെ കാണാൻ ബന്ധുക്കളാരും വന്നിട്ടില്ല. ഇപ്പൊ വന്നത് വീട്ടുകാരാരെങ്കിലും ആയിരിക്കും എന്ന് ഓർത്ത് മടി കൂടാതെ ഓടി വരും. ആ വിസിറ്റേഴ്സ് റൂമിൽ വെയിറ്റ് ചെയ്യൂ. 10 മിനിറ്റുള്ളിലെത്തും. നിൽക്കൂ. ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. റിക്വസ്റ്റ് അല്ല, ഇറ്റ് ഈസ് എൻ ഓർഡർ. രവിവർമ്മയുടെ ഫിസിക്കൽ കണ്ടീഷൻ അത്ര ശരിയല്ല. പക്ഷെ അതൊരു ന്യൂസ് ആക്കരുത്. എന്ത് പറ്റി സർ? തടവ് പുള്ളികളെ തല്ലരുതെന്നാണ് ചട്ടം. പ്രത്യേകിച്ചും തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവരെ. തല്ലേണ്ടി വന്നാൽ തല്ലാതിരിക്കാൻ ഒക്കുമോ? ഒരാഴ്ച മുമ്പ് പുള്ളി ജയിൽ ചാടാൻ ഒരു ശ്രമം നടത്തി. വാർഡന്മാർ പിടിച്ചു. ഇപ്പൊ സുഖമായി. 5-6 ദിവസം ചികിത്സയിലായിരുന്നു. അങ്ങോട്ട് പോയിക്കോളൂ.